ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജനറൽ ഇംഗ്ലീഷ് ആണ്. ജനറൽ ഇംഗ്ലീഷിൽ നിന്ന് വരുന്ന 25 ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ 25 ക്വസ്റ്റ്യൻസിന് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് 12ാമത്തെ വീഡിയോ ആണ് നമ്മൾ PSC ബുള്ളറ്റിൻ ബേസ് ചെയ്തിട്ടുള്ള ജനറൽ ഇംഗ്ലീഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും കാണുക, കണ്ട് നിങ്ങളുടെ മാക്സിമം ഇംപ്രൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക. കാരണം PSC ബുള്ളറ്റിനിൽ ഒത്തിരി മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്. എനിക്കും മിസ്റ്റേക്സ് വരാനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അറിയിക്കുക. മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ ടെലിഗ്രാം ബേസ് ചെയ്തിട്ട് ഇപ്പോഴും എന്താണ് നമ്മൾ ഇന്ന് മുതൽ ഓഗസ്റ്റ് 1 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ആൻഡമാൻസ് ആർ എ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ഇൻ ഡാഷ് ബേ ഓഫ് ബംഗാൾ. അപ്പൊ തന്നിരിക്കുന്നത് ഏത് ആർട്ടിക്കിൾ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആർട്ടിക്കിൾ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, ആൻഡമാൻ എന്ന് പറയുമ്പോൾ ഒരു ദ്വീപാണ്, ദെൻ ബേ ഓഫ് ബംഗാൾ എന്ന് പറയുമ്പോൾ മറ്റൊരു ദ്വീപാണ്. ദ്വീപാണോ, ഉൾക്കടലാണ് അല്ലെ. അപ്പൊ ഇത് രണ്ടിന്റെ മുന്നിൽ നമ്മൾ ചേർക്കുന്നത് എന്തായിരിക്കണം? ദി എന്ന ആർട്ടിക്കിൾ ആണ് ചേർക്കേണ്ടത്. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് ചേർക്കേണ്ടത്. ദ ആണ്. സോ ഓപ്ഷൻ ബി വരും. എന്തെന്ന്? ദ ആൻഡമാൻസ് ആർ എ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ഇൻ ദ ബേ ഓഫ് ബംഗാൾ എന്ന് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഗേൾ വാസ് വിയറിംഗ് യെല്ലോ ഫ്രോക്ക് വിത്ത് റെഡ് ഫ്രിൽസ് അറ്റ് ദ കഫ്സ്. ഓക്കെ, എന്താണ്? ദ ഗേൾ വാസ് വിയറിംഗ് യെല്ലോ ഡ്രസ് ഡാഷ് യെല്ലോ ഫ്രോക്ക് ആണ്. അപ്പൊ ഒരു യെല്ലോ ഫ്രോക്ക് എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ യെല്ലോ വന്നത് കൊണ്ട് നമ്മൾ ഇവിടെ ആൻസർ ഏത് വരും? ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. എന്തുകൊണ്ടാണ് എ വന്നത്? എ വരാനുള്ള കാരണം ഇവിടെ യെല്ലോയാണ്. യെല്ലോ എന്ന് നമ്മൾ വായിക്കുമ്പോൾ അത് യാ എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. യെല്ലോ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ യായാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. യാ എന്ന് പറയുമ്പോൾ അത് എന്ത് സൗണ്ട് ആണ്? അതൊരു കൺസണന്റ് സൗണ്ട് ആണ്. കൺസണന്റ് സൗണ്ടിന്റെ മുന്നിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? പ്രിപ്പോസിഷൻ എ ആണ് യൂസ് ചെയ്യുന്നത്. സോ ദ ഗേൾ വാസ് വിയറിംഗ് എ യെല്ലോ ഫ്രോക്ക് വിത്ത് റെഡ് ഫ്രിൽസ് അറ്റ് ദ കഫ്സ്. നെക്സ്റ്റ്, ബ്രിങ് ഔട്ട് ദ മീനിങ് ഓഫ് ദ ഇഡിയം ഇൻ ദ ഫോളോയിങ് സെന്റൻസ്. വി ഷാൾ ഫൈറ്റ് ടൂത്ത് ആൻഡ് നെയിൽ ഫോർ അവർ റൈറ്റ്സ്. ടൂത്ത് ആൻഡ് നൈൽ എന്നുള്ളതാണ് ഇവിടുത്തെ ഇഡിയം. സോ നമ്മൾ എന്താണ് ഇവിടെ വരുന്നത്? വി ഷാൾ ഫൈറ്റ് ചെയ്യാണ്. എന്ത്? സർവശക്തിയും ഉപയോഗിച്ചെന്നാണ്. ടൂത്ത് ആൻഡ് നൈൽ, പല്ലും നഖവും ഉപയോഗിച്ചെന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, വിത്ത് ഓൾ പവർ. വി ഷാൾ ഫൈറ്റ് ടൂത്ത് ആൻഡ് നൈൽ മീൻസ് വിത്ത് ഓൾ പവർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹി വർക്ക് ഹാർഡ് ലെസ്റ്റ് ഹി ഡാഷ് ഫെയിൽ. ഒരു സെന്റൻസിനകത്ത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇവിടുത്തെ ആൻസർ ഞാൻ പെട്ടെന്ന് പറയും, കാരണം ആൻസർ ഓപ്ഷൻ ബി ആണ്. ലെസ്റ്റ് വന്നു കഴിഞ്ഞാൽ സെന്റൻസിൽ എന്ത് വരണം? ഷുഡ് വരണം. ഹി വർക്ക് ഹാർഡ് ലെസ്റ്റ് ഹി ഡാഷ് ഫെയിൽ. എങ്ങനെ വരും? ഷുഡ് ഫെയിൽ ആണ്. ഹി വർക്ക് ഹാർഡ് ലെസ്റ്റ് ഹി ഷുഡ് ഫെയിൽ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ ദ ലിസ്റ്റ് ഓഫ് ആന്റോണിംസ് ഗിവൺ ബിലോ വിച്ച് വൺ ഈസ് ഇൻകറക്റ്റ്. തന്നിരിക്കുന്നതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? എല്ലാം ഒരു ലിസ്റ്റ് ഓഫ് ആന്റോണിംസ് ആണ് തന്നിരിക്കുന്നത്. സർപ്ലസ്, ഡെഫിസിറ്റ്, ലാഭം, നഷ്ടം. അടുത്തത് ഇക്സം, അൺപ്ലസന്റ്. എന്ന് വെച്ചാൽ എന്താണ്? ഇക്സം എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് വളരെ സന്തോഷമില്ലാത്തത് എന്നുള്ള അർത്ഥത്തിലാണ്. അൺപ്ലസന്റിന്റെ മീനിങ് എന്താണ്? സെയിം ആണ്, അൺപ്ലസന്റ്. അപ്പൊ അവിടുത്തെ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ്. അപ്പൊ ചോദിച്ചിരിക്കുന്നത് വിപരീത പദങ്ങളെ ജോഡിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് അല്ലാത്തത് ഏത് എന്നാണ്. അപ്പൊ ഇക്സമിന്റെ സെയിം ആണ്, അൺപ്ലസന്റ്. അടുത്തത് ബോൾഡ്, ധീരത, ഷൈ, നാണം. ഓപ്പോസിറ്റ് സാവേജ്, സിവിലൈസ്ഡ്. സാവേജ് എന്ന് പറയുമ്പോൾ അപരിഷ്കൃതൻ എന്നർത്ഥം. ഓപ്പോസിറ്റ് സിവിലൈസ്ഡ്. ഓക്കെ, സാവേജ്, സിവിലൈസ്ഡ്. നെക്സ്റ്റ്, ദ ട്രെയിൻ ഡാഷ് ബിഫോർ വി റീച്ച് ദ സ്റ്റേഷൻ. എന്താണ് ആൻസർ വരുന്നത്? PSC ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. പാസ്റ്റിൽ നടക്കുന്ന രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ ആദ്യം നടന്നതിനെ നമ്മൾ ഏതിൽ എഴുതണം? പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്നതിനെ സിമ്പിൾ പാസ്റ്റിലും എഴുതണം. അപ്പൊ ആദ്യം നടന്നത് ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. അതായത് ട്രെയിൻ പോയതിന് മുമ്പ് വി റീച്ച്ഡ് ദ സ്റ്റേഷൻ, നമ്മൾ എന്ത് ചെയ്തു? സ്റ്റേഷനിൽ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. അപ്പോൾ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് ബിഫോർ വി റീച്ച്ഡ് ദ സ്റ്റേഷൻ. നമ്മൾ സ്റ്റേഷനിൽ എത്തിച്ചേർന്നതിന് മുന്നേ ട്രെയിൻ പോയി. അപ്പൊ ആദ്യം നടന്നത് പാസ്റ്റ് പെർഫെക്റ്റിലാണ് എഴുതേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ ഓപ്ഷൻ സി ഹാഡ് ലെഫ്റ്റ് വന്നത്. നെക്സ്റ്റ്, വിച്ച് വൺ ഈസ് റോങ്ലി സ്പെൽറ്റ്. തന്നിരിക്കുന്നതിൽ റോങ് ആയിട്ട് സ്പെൽറ്റ് ചെയ്തിരിക്കുന്നത് ഏതാണ്? സൂപ്പറണ്ട്. അപ്പൊ നമുക്കറിയാം സൂപ്പർ ഇൻറ്റൻഡന്റ് ആണ് എന്ത്? സൂപ്രണ്ട് എന്നുള്ളത്. അടുത്തത് സോവറിനിറ്റി. ഓക്കെ, സോവറിൻ
കാഷ്വാലിറ്റി. അടുത്തത് ഒക്കറൻസ്. കാഷ്വാലിറ്റി ആണ് ഇവിടെ തെറ്റായിട്ടുള്ള വേർഡ്. കാരണം കാഷ്വാലിറ്റി എന്ന് പറയാറില്ല, കാഷ്വൽ വൈ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഇവിടെ ഐയുടെ ആവശ്യമില്ല, അതുകൊണ്ടാണ് ഇത് റോങ് ആയത്. നെക്സ്റ്റ്, ഓൾ ദ ഫോളോയിങ് വേർഡ്സ് ആർ കറക്റ്റ് എക്സെപ്റ്റ്. തന്നിരിക്കുന്ന എല്ലാ വേർഡ്സും ശരിയാണ്, പക്ഷെ ഒരെണ്ണം മാത്രം തെറ്റാണ്. ഏതാണ് ആൻസർ? ഒമിഷൻ ഉണ്ട്, ന്യൂമോണിയ ഉണ്ട്, അഡ്രസ് ഉണ്ട്, ദെൻ സ്കിൽഫുൾ ഉണ്ട്. സ്കിൽഫുൾ ആണ് ഇവിടെ തെറ്റ്. SKILL ആണ് വരാനുള്ളത്. അപ്പൊ സ്കിൽഫുള്ളിന്റെ സ്പെല്ലിംഗ് എന്താണ്? SKILLFOUL ആണ്. നെക്സ്റ്റ്, പിക്ക് ഔട്ട് ദ റോങ്ലി സ്പെൽറ്റ് വേർഡ്. ഇതിൽ തന്നിട്ടുള്ളതിൽ ഏതാണ് റോങ്ലി സ്പെൽറ്റ്? വാക്വം, പ്രിവിലേജ്, സെപ്പറേറ്റ്, വെജിറ്റേറിയൻ. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ്, സെപ്പറേറ്റ് ആണ്. ഏതാണ്? സെപ്പറേറ്റ്. സെപ്പറേറ്റ് എന്താണ് മീനിങ്? മീനിങ് അല്ല, സെപ്പറേറ്റിന്റെ സ്പെല്ലിംഗ് എന്താണ്? SEPA ആണ് ഇവിടെ വരാനുള്ളത്. SEPARATE ആണ് സെപ്പറേറ്റ്. നെക്സ്റ്റ്, എയ്തർ ഓഫ് ദം ഡാഷ് ആബ്സെന്റ്. എയ്തർ ഓഫ് ദം ഡാഷ് ആബ്സെന്റ്. എന്ത് വരും ആൻസർ? ആൻസർ ഇവിടെ രണ്ട് ആൻസർ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, എയ്തർ ഓഫ് ദം ഹാസ് എഴുതിയാലും ശരിയാണ്, എയ്തർ ഓഫ് ദം വാസ് എഴുതിയാലും ശരിയാണ്. അപ്പൊ എയ്തർ ഓഫ് ദം കഴിഞ്ഞാൽ, എയ്തർ ഓഫ് ദം എന്ന് പറയുമ്പോൾ എയ്തർ ഓഫ് ദമ്മിന് ശേഷം നമ്മൾ ചേർക്കുന്നത് ഏതായിരിക്കണം? സിംഗുലാർ വെർബ് ആയിരിക്കണം ചേർക്കേണ്ടത്. ഇവിടുത്തെ മീനിങ് നോക്കുമ്പോൾ ഹാസ് ആയാലും വാസ് ആയാലും കറക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് അനിമൽ സൗണ്ട് ഈസ് റോങ്ലി മാച്ച്ഡ്? ഫസ്റ്റ് ടർക്കി. ടർക്കിയുടെ സൗണ്ട് ഗോബ്ലെസ്. PG ഉണ്ടത് കൂസ്. ഡോൾഫിൻ ക്ലിക്സ്. ഡീറിൻ്റെത് ബ്രേസ്. അപ്പൊ അതാണ് തെറ്റായിട്ടുള്ളത് അല്ലേ? ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ളത്. ബ്രേസ് ആരുടെ സൗണ്ട് ആണ്? കഴുതാസിന്റെ സൗണ്ട് ആണ് ബ്രേസ്. ഐഡന്റിഫൈ ദ റോങ് പെയർ. യങ് വണ്ണിൻ്റെതാണ് കങ്കാരു, ജോ. ദെൻ ഡോഗ്, പപ്പി. ഫ്രോഗ്, ടാഡ്പോൾ. വെയിലിൻ്റെത് എന്താണ്? വെയിലിൻ്റെത് കാഫ് ആണ്. അപ്പൊ ഇവിടത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ളത്. വെയിലിൻ്റെത് കാഫ് ആണ്. നെക്സ്റ്റ്, ഐഡന്റിഫൈ ദ റോങ് ജെൻഡർ പെയർ. ഏതാണ് റോങ് ജെൻഡർ പെയർ? എംപറർ, എംപ്രസ്. നെഫ്യൂ, നീസ്. കോൾട്ട്, ഫില്ലി. ബുള്ളോക്ക് എന്താണ്? ബുള്ളോക്ക് ബഫലോയാണ് അല്ലേ? ബുള്ളോക്ക് ബഫലോയാണ്, കൗ അല്ല. അപ്പൊ ഓപ്ഷൻ സി ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. അത് സിനോണിം ഫോർ മെലാഞ്ചലി. മെലാങ്കലി. എന്താണ് മെലാങ്കലി? മെലാങ്കലി എന്ന് വെച്ചാൽ വിഷാദം, വിഷമം എന്നൊക്കെയാണ് അർത്ഥം. സോ ഇവിടെ ഏതായിരിക്കും ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഗ്ലൂമി ആണ്. മെലാങ്കലി എന്താണ്? ഗ്ലൂമി. നെക്സ്റ്റ്, വൺ ഹൂ ലവ്സ് മാൻകൈൻഡ്. മാൻകൈൻഡിനെ ഇഷ്ടമുള്ള മനുഷ്യ സ്നേഹിയെ നമ്മൾ എന്ത് വിളിക്കും? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഫിലാന്ത്രോപ്പിസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഫിലാന്ത്രോപ്പിസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പേഴ്സൺ ഹു ഹാസ് ലോങ് എക്സ്പീരിയൻസ് ഈസ് എ ഡാഷ്. ഒരു പേഴ്സണ് ഏറ്റവും വളരെ കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, ഞാനൊരു ക്ലൂ തരാം. വെട്ടി നല്ല ശീലമുള്ള ആളാണെങ്കിൽ അയാളെ നമ്മൾ എന്ത് വിളിക്കും? അയാളെ നമ്മൾ വെട്ടീറാൻ എന്ന് വിളിക്കും. അപ്പൊ വെട്ടീറാൻ എന്നാൽ അതിന്റെ മീനിങ് എന്താണ്? പേഴ്സൺ ഹു ഹാസ് ലോങ് എക്സ്പീരിയൻസ്. ലോങ് എക്സ്പീരിയൻസ് ഉള്ള പേഴ്സണെ വെട്ടീറാൻ എന്നാണ് വിളിക്കുന്നത്. നെക്സ്റ്റ്, ഹി ഈസ് ദ മാൻ ഡാഷ് സേവ്ഡ് ദ ചൈൽഡ്. ഇവിടെ വെർബാണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ അവിടെ നമ്മൾ ഏത് റിലേറ്റീവ് പ്രോനൗൺ ചേർക്കും? ആൻസർ ഓപ്ഷൻ ബി ചേർക്കും. ഹൂ ആണ് ചേർക്കാനുള്ളത്. ഏത് ചേർക്കും? ഹൂ ആണ് ചേർക്കാനുള്ളത്. ഓക്കെ, അപ്പോ ഹി ഈസ് ദ മാൻ ഹൂ സേവ്ഡ് ദ ചൈൽഡ്. നെക്സ്റ്റ്, പ്രൈമഫേഷ്യ മീൻസ്. പ്രൈമഫേഷ്യ എന്ന് വെച്ചാൽ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, അറ്റ് ഫസ്റ്റ് സൈറ്റ് ആണ്. അറ്റ് ഫസ്റ്റ് സൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 19ാമത്തെ ക്വസ്റ്റ്യൻ. The passive voice of students are doing a lot of work. Passive voice തന്നിരിക്കുമ്പോൾ ആദ്യം ടെൻസ് ഏതാണെന്ന് അറിയണം. ഏതാണ് ഇത്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പോൾ സ്റ്റുഡൻസ് ആർ ഡൂയിങ് എ ലോട്ട് ഓഫ് വർക്ക്. ഇവിടുത്തെ ഒബ്ജക്റ്റ് എ ലോട്ട് ഓഫ് വർക്ക് ആദ്യം എഴുതുക. എ ലോട്ട് ഓഫ് വർക്ക് എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്. സോ ഇവിടെ നമ്മൾ ഈസ് ബീയിങ് യൂസ് ചെയ്യും. ദെൻ ഡൂയിങ് എന്നുള്ളതിന്റെ V3 ഫോം ഡൺ ആണ്. എ ലോട്ട് ഓഫ് വർക്ക് ഈസ് ബീയിങ് ഡൺ ബൈ സ്റ്റുഡൻസ് എന്ന് വരും. എ ലോട്ട് ഓഫ് വർക്ക് ഈസ് ബീയിങ് ഡൺ ബൈ സ്റ്റുഡൻസ്. അടുത്തത്, the word superfluous means. The word superfluous means. Superfluous എന്ന് വെച്ചാൽ ആവശ്യം കഴിഞ്ഞത് അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ളത്. അതായത് നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളത് അല്ലെങ്കിൽ കൂടുതലുള്ളത് എന്നുള്ള അർത്ഥമാണ് superfluous. സോ ഓപ്ഷൻ ബി ആണ്, more than what is necessary. എന്താണ് superfluous? more than what is necessary. Next question, pick out the correctly spelled word. തന്നിരിക്കുന്നതിൽ കറക്റ്റ് സ്പെല്ലിംഗ് ഉള്ളത് ഏത്? 40 ഉണ്ട്, സെക്രട്ടറി ഉണ്ട്, കരിക്കുലം ഉണ്ട്, then separate
സെപ്പറേറ്റ് ഉണ്ട്. ഏതാണ് റൈറ്റ് ആൻസർ? ആൻസർ ഓപ്ഷൻ ബി ആണ്, സെക്രട്ടറി. മാത്രമേ ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ളൂ. 40യുടെ സ്പെല്ലിങ് FOUU ചേർക്കത്തില്ല, FORTY ആണ്. ഓക്കെ, FORTY ആണ് 40. അടുത്തത് കറിക്കുലം, കുലും ആണ്. ഇവിടെ യു ആണ് തരുന്നത്. CURRICULUM ആണ് കരിക്കുലം. അടുത്തത് സെപ്പറേറ്റ്, CPARATE ആണ് സെപ്പറേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വൺ ഹൂ കമ്പൈൽസ് എ ഡിക്ഷണറി. ഡിക്ഷണറി ഉണ്ടാക്കുന്ന ആളെ നമ്മൾ എന്ത് വിളിക്കും? ആൻസർ ഓപ്ഷൻ എ ആണ്, ലെക്സിക്കോഗ്രാഫർ എന്നാണ് വിളിക്കുന്നത്. വൺ ഹൂ കമ്പൈൽസ് എ ഡിക്ഷണറി ഈസ് ലെക്സിക്കോഗ്രാഫർ. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചാൽ ആൻസർ എന്ത് വരും? നമ്മുടെ ലെഫ്റ്റനന്റിന്റെ സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. ല്യൂട്ടനന്റ് എന്ന് വായിക്കാം, LEUTENANT. എന്താണ്? LIEUTENANT ആണ്. LIEUTENANT ആണ് ല്യൂട്ടനന്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 24ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഫ്രൈസ് പുട്ട് അപ്പ് വിത്ത് മീൻസ്. പുട്ട് അപ്പ് വിത്ത് മീൻസ് എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ടോളറേറ്റ്. പുട്ട് അപ്പ് വിത്ത് എന്താണ്? ടോളറേറ്റ് ആണ്. അടുത്തത് ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 25ാമത്തെ ക്വസ്റ്റ്യൻ. പിക്ക് അപ്പ് ദ കളക്റ്റീവ് നൗൺ വിച്ച് ഈസ് നോട്ട് ട്രൂ. A flock of camels, a colony of ants, a pride of lions, a muster of snakes. തന്നിരിക്കുന്നത് തെറ്റ് ഏതാണ്? തെറ്റ് ഓപ്ഷൻ ഡി ആണ്. എ മസ്റ്റർ ഓഫ് സ്നേക്സ് അല്ല, എ മസ്റ്റർ ഓഫ് പീകോക്സ് ആണ്. സ്നേക്സിന് ഒത്തിരി കളക്റ്റീവ് നോൺ ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ ഡെൻ ഓഫ് സ്നേക്സ് ഒരു എക്സാമ്പിൾ ആണ്. അപ്പോൾ പീകോക്കിന്റെ കളക്റ്റീവ് നോൺ ആണ് എ മസ്റ്റർ ഓഫ് സ്നേക്സ്. അപ്പോൾ 25 മാർക്കിന് എത്ര കിട്ടി? അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും താഴെ കമന്റ് ചെയ്യാനും നമ്മുടെ മുന്നത്തെ വീഡിയോസ് കാണാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കാനും അടുത്ത വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.